കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ്, ഇന്നത്തെ പ്രതിഷേധത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ആ തരത്തിലാണോ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഡിവൈഎഫ്ഐയും മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ ഇപ്പോൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന രീതി ശരിയാണോ? അതായത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റിനോടുള്ള അദ്ദേഹത്തിന്റെ ജനസ്വാധീനത്തോടുള്ള വടകരയിലെ CPM ശക്തി കേന്ദ്രത്തിൽ അവരെ കനത്ത പരാജയം ഏൽപ്പിച്ച് ആഘാതം ഏൽപ്പിച്ച ഷാഫി പറമ്പിലിനോടുള്ള ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും അസൂയയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ഇവിടെ ഷാഫി പറമ്പിലിനെ തടയാനും ഷാഫി പറമ്പിലിനെ ആക്രമിക്കാനും ഒക്കെ എന്തിനാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്? ഇവിടെ ഒരു പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്തു, നടപടി സ്വീകരിച്ചു. ഈ തടയാൻ വരുന്ന ആളുകളുടെ അവസ്ഥ 14 ജില്ലകളിലും അങ്ങനെയാണെങ്കിൽ ആരെയൊക്കെ ഇവർ തടയാൻ പോകേണ്ടി വരും? കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അല്ല, അതിലേക്ക് കടക്കാം. പക്ഷെ ഇതൊരു സ്വാഭാവിക പ്രതിഷേധമല്ലേ? കാരണം അങ്ങനെ ഗോഡ് ഫാദർ ആയിരുന്ന, ഇല്ലെങ്കിൽ മെന്റർ ആയിരുന്ന ഒരാൾ ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്രയധികം ജനപ്രിയനാക്കിയത്, ഇല്ലെങ്കിൽ സ്വീകാര്യനാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ രീതിയിൽ ഷാഫി പറമ്പിലിന്റെ ഇടപെടലാണ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത് എന്നൊക്കെയുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ. ആ ടോക്കിന്റെ ഫലമായിട്ടായിരിക്കുമല്ലോ ഷാഫി പറമ്പിൽ ഇതിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ പ്രതിഷേധിക്കുന്നത്. അതിനെ ഒരു സാധാരണ രാഷ്ട്രീയ പ്രതിഷേധമായി കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? എന്ത് രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടി ഷാഫി പറമ്പിലിനെ ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് നടത്തിയിട്ടുള്ള പ്രതിഷേധമാണ്. ഇങ്ങനെ പ്രതിഷേധിക്കാൻ എന്ത് കാരണമാണുള്ളത്? എന്ത് ധാർമ്മികതയാണ് ഇവർക്കുള്ളത്? എന്ത് അവകാശമാണ് ഇവർക്കുള്ളത്? അദ്ദേഹം ജനപ്രതിനിധിയാണ്. വടകരയിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച അവരുടെ ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് മണ്ഡലത്തിൽ പരിപാടിയിൽ പങ്കെടുക്കണ്ടേ? അദ്ദേഹം ഏതെങ്കിലും തെറ്റുകാരനാണോ? എന്തിനാണ് അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്? ഇതൊന്നും കോൺഗ്രസ് അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഷാഫി പറമ്പിലിനെ വഴി നടക്കാൻ അനുവദിക്കില്ല എന്നാണെങ്കിൽ കേരളത്തിൽ CPM-ന്റെ നേതാക്കന്മാരും ഒക്കെ എത്ര പേര് വഴി നടക്കണമെന്ന് കോൺഗ്രസും തീരുമാനിക്കും. അല്ല, അത് എന്ത് തീരുമാനമായിരിക്കും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഷാഫി നിരത്തിൽ ഇറങ്ങി ഇതുപോലെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഒരു MP അല്ലേ, ഒരു ജനപ്രതിനിധിയല്ലേ? അദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി അവർക്കെതിരെ എംപിമാർ റോഡിൽ ഇറങ്ങരുതെന്നോ തനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ സെൽഫ് ഡിഫൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കരുതെന്നോ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. അല്ല, കോൺഗ്രസ് അതിനൊരു പ്രതിരോധം ഉണ്ടാക്കണ്ടേ? തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റിനെ തടഞ്ഞാൽ, വടകരയുടെ MP-യെ തടഞ്ഞാൽ കോൺഗ്രസ് വെറുതെ നോക്കി നിൽക്കുന്നതാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത്? അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരെ ജനപ്രതിനിധിയെ തടഞ്ഞു കഴിഞ്ഞാൽ വടകരയിലെ ജനങ്ങൾ നോക്കി നിൽക്കുമോ? രാഷ്ട്രീയമായി ഇതിൽ എന്ത് തിരിച്ചടി ഇല്ലെങ്കിൽ എന്ത് മറുപടി നൽകാനാണ് കോൺഗ്രസിന്റെ പദ്ധതി? തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിനെ അദ്ദേഹത്തെ MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും പ്രതിരോധം ഉയർത്തും. നന്ദി സന്ദീപ് വാര്യർ പ്രതികരിച്ചതിന്. അസ്ലം വീണ്ടും ചേരുന്നുണ്ട്. അസ്ലം, ഈ രീതിയിൽ കോൺഗ്രസ് അതിനെ നേരിടുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ സന്ദീപ് വാര്യർ ഉൾപ്പെടെ പ്രതികരിക്കുന്നത്. പക്ഷേ അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ്. നടുറോട്ടിൽ ഇത്തരത്തിൽ മോശം വാക്കുകൾ ഉപയോഗിച്ച് ഡിവൈഎഫ്ഐ ഈ രീതിയിൽ ജനപ്രതിനിധിയെ തടയുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിലും അത് ആവർത്തിക്കുകയാണെങ്കിൽ നിയമപരമായി പോലും പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? കോൺഗ്രസ് അതിന് നീങ്ങാൻ സാധ്യതയുണ്ടോ? നിയമപരം എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ഷാഫി പറമ്പിലെ വഴി തടഞ്ഞുകൊണ്ട് മോശം വാക്കുകൾ, അതിശയ വാക്കുകളൊക്കെ പ്രയോഗിച്ച വിഷയം അതിനെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് ഇത് തരത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് അതിന്റെ ഏറ്റവും അവസാന നടപടിയും പ്രാഥമിക അംഗത്തിന് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന വലിയ പദവി ഉൾപ്പെടെ നടപടികൾ, പരമാവധി നടപടികൾ എടുത്തിരിക്കുന്നു. എന്നിട്ടും രാഹുലിന്റെ വിഷയത്തിൽ ഷാഫി പറമ്പിലിന് വേണ്ടി ആരോപിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള യുക്തിയില്ല എന്നതും മാത്രമല്ല, ഷാഫി പറമ്പിലെ ജനകീയ തകർക്കാനുള്ള ഇത്രയും വലിയ വോട്ട് വടകരയിൽ നേടിയതിലും മാത്രമല്ല ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും മുൻനിർത്തിക്കൊണ്ട് അത് തടയാനുള്ള ശ്രമമാണ് എന്ന കാര്യം ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് അതിനെതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുക, CPM-നെ പ്രതിരോധത്തിലാക്കുക എന്നതായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. അല്ലാതെ നിയമ നടപടി എന്നുള്ളത് ഈ കാര്യത്തിൽ അതിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ജനകീയമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ട് പോവുക. കാരണം നമുക്കറിയാമല്ലോ, നേരത്തെ ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതുവരെ മുകേഷ് MLA-യുടെ പേരോ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പകരം ഇപ്പോൾ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ MLA-മാരുടെയും മറ്റുമൊക്കെ, അതായത് പീഡന കേസുകളിലും മറ്റുമൊക്കെ പ്രതിയാക്കപ്പെട്ട CPM നേതാക്കളുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിൽ അതിന്റെ പങ്കാളിത്തം മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരിട്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ അറ്റാക്കിലേക്ക്, രാഷ്ട്രീയമായ ഒരു ആക്രമണത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. അതായത് അത് കോഴിക്കോട് മാത്രം